ഇന്നത്തെ വീഡിയോ ഒരു കിഡിലൻ ഓഡിയോ കൺട്രോൾ ബോർഡിനെ കുറിച്ചാണ്. അപ്പം ജസ്റ്റ് നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. ഫൈനലി 2 more years ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ന്യൂ ഓഡിയോ കൺട്രോൾ ബോർഡ്. ജസ്റ്റ് ഒരു റിമോട്ട് കിറ്റ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതിലുപരി പല ഫീച്ചേഴ്സുകളും നമ്മൾ ഈ ഒരു ഓഡിയോ കൺട്രോൾ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് ഇതൊരു 5.1 റിമോട്ട് കിറ്റായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്തിട്ട് സെയിം കിറ്റ് തന്നെ നിങ്ങൾക്ക് 2.1 ആയിട്ടും യൂസ് ചെയ്യാം. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകതയാണ് ഇതിലതുള്ള OLED ഡിസ്പ്ലേ. നമ്മൾ നോർമലി LCD ഡിസ്പ്ലേ ഒക്കെ ഒഴിവാക്കിയിട്ട് കിഡിലൻ OLED ഡിസ്പ്ലേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ആനിമേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഡിസ്പ്ലേയിൽ കാണാം. ജസ്റ്റ് പാനലിൻ്റെ ബാക്കിൽ വെച്ചാൽ നിങ്ങൾ ആമ്പിനെ ഒരു പെർഫെക്റ്റ് ബ്രാൻഡഡ് ലുക്കായിട്ട് ഈ ഒരു ഡിസ്പ്ലേ മാറ്റും. അതന്നെ എടുത്തു പറയാനുള്ള കാര്യം. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി SMD കമ്പോണൻസ് ആണ്. SMD കമ്പോണൻസ് കമ്പയർ ടു നമ്മളെ നോർമൽ ത്രൂ ഹോളിനെ വെച്ച് നോക്കുമ്പോൾ ടോളറൻസ് വളരെ കുറവുള്ളതാണ്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള വാല്യൂ തന്നെയായിരിക്കും. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഓഡിയോ ഔട്ട്പുട്ടിലും ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ PCB ക്വാളിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ക്വാളിറ്റി നമ്മൾ ഗ്ലാസ് എപ്പോക്സിയിൽ ഹൈ ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ PCB കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. 5.1 ഇൻ ഉണ്ട്, അതുപോലെ 2.1 ഔട്ടും ഉണ്ട്, 5.1 ഔട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ കിറ്റ് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. 2.1 ആയിട്ടും 5.1 ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷൻസ് ഉണ്ട്, RMC കണക്ഷൻ. അങ്ങനെ എല്ലാ കണക്ഷൻസും നമ്മൾ ഈ ഒരു ബോർഡ് തന്നെ വൃത്തിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഓരോ കണക്ഷൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം, കാരണം ഒട്ടനവധി കണക്ഷൻസും ഫീച്ചേഴ്സുകളും ഉണ്ട്. ഡീകോഡറിലേക്കുള്ള കണക്ഷനാണ് ഇവിടെ കാണുന്നത്, നമ്മളെ ഫ്യൂടെക്കിൻ്റെ FT003. ഇതിൽ പിന്നെ വരുന്നത് OX 1, OX 2, MP3 മോഡിലേക്കുള്ള കണക്ഷൻ ഉണ്ട്. അവിടുന്ന് നേരെ നമ്മളെ ഡീകോഡിലേക്കുള്ള കണക്ഷൻസ് ഉണ്ട്. ഇവിടെ ഇതിൻ്റെ പവർ സപ്ലൈയും വരുന്നുണ്ട് ഈ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം. 12 വോൾട്ട് 1 ആംപിയർ പവർ സപ്ലൈ ആണ്, സിംഗിൾ പവർ സപ്ലൈ ആണ് ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. പൊളാരിറ്റി തിരിഞ്ഞു പോയാലും ബോർഡ് കംപ്ലൈൻ്റ് ആകുന്നൊരു ഇഷ്യൂ ഉണ്ടായില്ല ഇതിൽ, കാരണം നമ്മളൊരു എക്സ്ട്രാ ഡയോഡ് ഇട്ടിട്ട് ആ ഒരു ഇഷ്യൂ ഒഴിവാക്കിയിട്ടുണ്ട്. കമ്പോണൻസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാവും. ഓഡിയോ റെസ്പോൺസിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ അവസാനമായിട്ട് കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഡിയോ റെസ്പോൺസ് വീഡിയോ ഒക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് നമ്മളെ ഇൻസ്റ്റാഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു റോട്ടർ എൻകോഡർ വരുന്നുണ്ട്. നമുക്ക് ഓരോ ചാനലിലെ ഇൻഡിവിജ്വൽ വോളിയം കൺട്രോൾ ചെയ്യാനും ഇൻപുട്ട് സെലക്ഷൻ ഒക്കെ നമുക്ക് ഈ റോട്ടർ എൻകോഡർ വെച്ച് ചെയ്യാം. ഇനി എടുത്തു പറയാനുള്ള മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു റിമോട്ട്. നോർമലി എല്ലാ കിറ്റിൻ്റെ കൂടെ വരുന്നത് ഒരു എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കുറഞ്ഞ റിമോട്ടാണ്. അതന്നെ നമ്മൾ ആ ഒരു മൊത്തം ആംബിൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ക്വാളിറ്റി മൊത്തം നശിപ്പിക്കുക ആ റിമോട്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു ചേഞ്ച് നമ്മൾ ഈ ഒരു കിറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഒരു 8-pin RMC വയറാണ് ഈ ഒരു ഡിസ്പ്ലേ ബോർഡ് ടു നമ്മളെ കൺട്രോൾ ബോർഡിലേക്കുള്ള കണക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. അതും ഈ ഒരു കിറ്റിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കിറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ ബ്രാൻഡ് കാണിക്കും ലൗഡ് എന്ന്. അത് കഴിഞ്ഞിട്ട് ഏത് മോഡാണ് കാണിക്കും. ഞാൻ പറഞ്ഞു 2.1 മോഡ് ഉണ്ട്, 5.1 ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇത് 2.1 മോഡിലാണ്. പിന്നെ ഇതിൽ വൈഫൈൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നത് കാണാം. അപ്പോൾ നമ്മളെ കിറ്റിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു കിറ്റിന് നമുക്ക് മൊബൈൽ ആപ്പ് ഉണ്ട്. നമ്മളെ മൊബൈൽ ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കൊക്കെ വരാം. അപ്പം ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാം USB എന്ന ഇൻപുട്ടിലാണ് കിടക്കുന്നത് വോളിയം 24. അപ്പോൾ ഇൻപുട്ട് ഏതാണെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. 24 എന്നുള്ള അത് വോളിയം ലെവലാണ്. ഇപ്പം ഇത് നിങ്ങൾക്ക് രണ്ട് ഡിസ്പ്ലേ തോന്നുന്നത് നമ്മൾ സെപ്പറേറ്റ് രണ്ട് ഡിസ്പ്ലേ വെച്ചാണ് ചെയ്തത്. പക്ഷേ പാനലിൻ്റെ ബാക്കിൽ വരുമ്പം പെർഫെക്റ്റ്ലി സിംഗിൾ ഡിസ്പ്ലേ വരും. പിന്നെ ഇതിൽ മെനൂസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഓരോ ഡിസ്പ്ലേ സെറ്റിങ്സ് ഉണ്ട്, ഓഡിയോ സെറ്റിങ്സ് ഉണ്ട്, വൈഫൈ ആൻഡ് അപ്ഡേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്നുള്ളൊരു ഫീച്ചേഴ്സ് ഇവിടെ കാണാം. അത് വേറൊരു എടുത്തു പറയാനുള്ള സ്പെഷ്യാലിറ്റിയാണ്. നമ്മളെ കിറ്റിന് നമുക്ക് ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഫീച്ചേഴ്സുകളൊക്കെ ഈ കിറ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓരോ പ്രാവശ്യം നമ്മൾ പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുമ്പോൾ നമ്മൾ കിറ്റ് നിങ്ങൾക്ക് പുതിയ കിറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫീച്ചേഴ്സൊക്കെ ഇതിലേക്ക് ആഡ് ആവും. നമ്മളെ മൊബൈലിൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ മതിയാവും. പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ഓരോ ഫീച്ചേഴ്സുകൾ ഇൻക്ലൂഡ് ആണെന്ന് കാണാം. അതുപോലെ തന്നെ നമുക്ക് കിറ്റും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റി. ലൗഡ് കണക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡെഡിക്കേറ്റഡ് ഈ ഒരു കിറ്റിൻ്റെ മൊബൈൽ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് വെച്ചിട്ട് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൺട്രോൾ ചെയ്യാം. അപ്പം സെറ്റപ്പ് മോഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കണക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. ലൗഡ് കണക്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങൾക്ക് മൊബൈലിൽ കാണാം. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക്
ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലൗഡ് കണക്റ്റ് എന്ന് കാണിക്കും. ഇങ്ങനെ മെയിൻ സ്ക്രീൻ വരും. അതിൽ നിങ്ങൾക്ക് ഓരോ ചാനലിൻ്റെ വോളിയം കാണാം. ഇതിപ്പോൾ 2.1 മോഡിലായതിനെ കൊണ്ടാണ് സബ്, ചാനൽ, ബാസ്, ട്രബിൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് 2.1 മോഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരു മാസ്റ്റർ വോളിയം കാണാം. അതിൽ തന്നെ ഇൻപുട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിലവിൽ USB ആണ് കാണിക്കുന്നത്. മുകളിൽ നിങ്ങൾക്ക് കണക്റ്റിംഗ് എന്ന് കാണിക്കുന്നത് കാണാം. അത് നമ്മൾ കിറ്റ് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ്, അതായത് കിറ്റ് ഓൺ അല്ല, അതുകൊണ്ടാണ് അത് കണക്റ്റിംഗ് കാണിക്കുന്നത്. നമുക്ക് അവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത്, ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. ARC ഒപ്റ്റിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഡീകോഡറായിട്ട് എനേബിൾ ചെയ്ത്, അതായത് ഡീകോഡറായിട്ട് മെർജ് ചെയ്തിട്ടുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാം വോളിയം ചേഞ്ച് ചെയ്യുന്നത്. ആ നോബ് തിരിക്കുന്ന സമയത്ത് വോളിയം ചേഞ്ച് ചെയ്യും. പിന്നെ സെപ്പറേറ്റ് സബ്, ചാനൽ, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഓരോന്നിൻ്റെ ആ വാല്യൂ നിങ്ങൾക്ക് നാളെ യെല്ലോ കളറിൽ കാണാം, ഏതാണ് പൊസിഷൻ. പിന്നെ ഗ്രാഫിക്കലി നമുക്കത് മനസ്സിലാവും ഏതാ ലെവൽ കിടക്കുന്നതെന്ന്. അപ്പോൾ ഈസിലി നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇതേപോലെ മോണിറ്ററും ചെയ്യാം, കൺട്രോളും ചെയ്യാം. ഇവിടെ മ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്. മ്യൂട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് മ്യൂട്ടാവും. ഇതേപോലെ സൈഡിൽ തന്നെ സ്റ്റാൻഡ് ബൈ ഉണ്ട്. സ്റ്റാൻഡ് ബൈ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ആ ഒരു ആപ്പിൻ്റെ സ്ക്രീൻ മൊത്തം ഡിമ്മാവുന്നതാണ്. അപ്പം അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും ഈ ഒരു ആപ്പിൽ തന്നെ ഉണ്ട്. മീൻസ് എല്ലാ ഫീച്ചേഴ്സും എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഫീച്ചേഴ്സ്, നമ്മൾ റിമോട്ടിലില്ലാത്ത എക്സ്ട്രാ ഫീച്ചേഴ്സും ആപ്പിൽ വരും. ഇപ്പം സൈഡിൽ നമുക്ക് കുറച്ച് മെനുവിൽ നമുക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ചെയ്താൽ നമുക്ക് ആമ്പ് ഓഫ് ആവുന്ന ടൈം ഷെഡ്യൂൾ ചെയ്യാം. നമുക്ക് രാത്രിയൊക്കെ സമയത്ത് മ്യൂസിക് വെക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോകുന്ന ആ പ്രശ്നമൊക്കെ വരുമ്പോൾ ആമ്പ് ഷട്ട് ഡൗൺ ചെയ്യാൻ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ടൈം സെറ്റ് ചെയ്തിട്ട് സെറ്റ് ടൈം എന്ന് കൊടുത്താൽ നമുക്ക് ആ ഒരു ടൈമിൽ ആമ്പ് ഓട്ടോമാറ്റിക്കലി ഓഫായി പോകും. അപ്പോൾ കണ്ടിന്യൂസ്ലി ആമ്പ് ഓണായി കിടക്കുന്ന ഇഷ്യൂ ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹവേഴ്സ് സെറ്റ് ചെയ്യാം, അതുപോലെ മിനിറ്റ്സും സെറ്റ് ചെയ്യാം അത് ചേഞ്ച് ചെയ്തിട്ട്. അപ്പം അതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കും. അപ്പോൾ ഡിവൈസ് നോട്ട് കണക്റ്റഡ് എന്നാണ്. അത് കാരണം വെച്ചാൽ നമ്മൾ ഓൺ ചെയ്യാത്തതുകൊണ്ടാണ് അത് ആ ഒരു എറർ കാണിക്കുന്നത്. പിന്നെ ഇതിൽ അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമ്മളെ ഈ ഒരു കൺട്രോൾ കിറ്റുമായിട്ട് നമ്മളെ മൊബൈൽ ആപ്പുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെർച്ച് ഫോർ ഡിവൈസ് എന്ന് കാണിക്കും. അപ്പം അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറൊരു വീഡിയോയിൽ പറയാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. പിന്നെ ഇതിൽ ഡിവൈസ് സെറ്റിങ്സ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് 2.1 മോഡിലേക്കും 5.1 മോഡിലേക്കും ചേഞ്ച് ചെയ്യാം. ഡീകോഡർ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ തന്നെ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഡീകോഡർ എനേബിൾ ആവും. ഡീകോഡറിൻ്റെ ഇൻപുട്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറും. നോർമലി ഡീകോഡർ ഡിസേബിൾ ചെയ്താൽ ആ ഓപ്ഷൻസ് ഡിസേബിൾ ആയി പോകും. അതായത് ഡീകോഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം കിറ്റ് ഉള്ളത് 2.1 മോഡിലാണ്. അപ്പോൾ സ്വിച്ച് ചെയ്യുമ്പോൾ 5.1 മോഡിലേക്ക് ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മൊത്തം നമ്മളെ ആപ്പിലെ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ടാവും. നമ്മൾ ഓരോ ചാനലിൻ്റെയും 5.1 മോഡിൽ എല്ലാ ചാനലിലും ഇത് വരും. സബ്, ഫ്രണ്ട്, റിയർ, ബാസ്, ട്രബിൾ എല്ലാ കൺട്രോളും വരും. 2.1 നിന്ന് നമ്മൾ 5.1 മോഡിലേക്ക് മാറ്റുമ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അത് തിരിച്ച് 2.1 മോഡിലേക്ക് തന്നെ മാറും സ്വിച്ച് ചെയ്യുന്ന സമയത്ത്. പിന്നെ സ്ലീപ്പിൻ്റെ അതായത് ഡിസ്പ്ലേ ഓഫ് ഓൺ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ കണ്ടിന്യൂസ് രാത്രി ഓൺ ചെയ്യാതെ നിൽക്കണമെങ്കിൽ നമുക്ക് ആ ടൈം സെറ്റാക്കാം, എത്ര ടൈമിൽ ഓഫ് ആണെന്ന്. പിന്നെ അതിൽ വേക്കപ്പ് ഓൺ ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡിസ്പ്ലേ ഓപ്ഷനാണ്. ഡിസ്പ്ലേ നമ്മളെ ആപ്പിൽ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ. പിന്നെ ഇവിടെ ഫേംവെയർ അപ്ഡേറ്റ് കാണാം. അത് ജസ്റ്റ് അപ്ഡേറ്റ് കൊടുത്താൽ അപ്ഡേഷൻ മോഡിലേക്ക് മാറും കിറ്റ്. എന്നിട്ട് അപ്ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് പുതിയ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ റിമോട്ട് കിറ്റ് അപ്ഡേറ്റ് ആവും, അല്ലെങ്കിൽ അത് അപ്ഡേറ്റഡ് എന്ന് കാണിക്കും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മളെ അബൌട്ട് അസ് ഉണ്ട്, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആപ്പിൽ നിലവിലുള്ളത്. നമ്മൾ കിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആപ്പും നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. നോർമലി നമ്മളെല്ലാ മൊബൈൽ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ പുതിയ ഫീച്ചേഴ്സ് ആപ്പിൽ വരുമ്പോൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളെ റിമോട്ട് കിറ്റിൻ്റെ ഫേംവെയറും, അതായത് റിമോട്ട് കിറ്റിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മളെ ഈ ഒരു ആപ്പ് നമ്മളെ കൺട്രോൾ ബോർഡുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ സ്മൂത്ത്ലി നമുക്കിപ്പോൾ മാസ്റ്റർ വോളിയം കൺട്രോൾ ചെയ്യുന്ന കാണാം. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്ന കാണാം. ഡിസ്പ്ലേയിൽ സെയിം നമ്മളെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാണാം, ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓരോ ചാനലിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാം. ഇവിടെ ഇപ്പോൾ മ്യൂട്ട് പ്രസ് ചെയ്യുന്നത് മ്യൂട്ടാണെന്ന് കാണാം. ഭയങ്കര ഫാസ്റ്റാണ്. മീൻസ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവും. നിങ്ങളെ വീട്ടിലെവിടെ സൈഡിലാണെങ്കിലും വൈഫൈ റേഞ്ചുള്ള എവിടെയാണെങ്കിലും നമുക്ക് ആപ്പ് ഉപയോഗിച്ച് നമ്മളെ ആമ്പ് പെർഫെക്റ്റ്ലി കൺട്രോൾ ചെയ്യാം. സെപ്പറേറ്റ് ഓരോ ചാനലും ഓരോ കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും.
വൈഫൈ അത് ആയതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് അല്ലാത്തതുകൊണ്ടും നമുക്ക് റേഞ്ച് വളരെ കൂടുതലായിരിക്കും. വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ റൂമിൽ നിന്നും എല്ലാ ഏരിയയിൽ നിന്നും മുറ്റത്തു നിന്നൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം മോഡ് മാറ്റുന്നത്. ഇപ്പോൾ 5.1 മോഡ് മാറി 2.1 മോഡാക്കാം. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആപ്പിൽ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് മാറുന്നതാണ്. പിന്നെ അവിടെ ഡീകോഡർ ഡിസേബിൾ എനേബിൾ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അവിടെ മാറുന്നതാണ്. ജസ്റ്റ് നമ്മൾ ആപ്പിൽ അപ്ഡേഷൻ ഫേംവെയർ അപ്ഡേറ്റ് എന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അപ്ഡേഷൻ ചെക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അത് അപ്ഡേഷൻ ചെക്ക് ചെയ്യാണ്. അപ്പോൾ അപ്ഡേഷൻ ഇപ്പം ഉള്ളത് വേർഷൻ 1.0.2 ആണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഓൾറെഡി അത് അപ്ഡേറ്റഡ് ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് അപ്ഡേറ്റഡ് എന്ന് കാണിക്കും. നോർമലി നമുക്ക് റിമോട്ട് കിറ്റ് ഈ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാം അറ്റ് എ ടൈമിൽ അത് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ആപ്പിലും ആ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്ന കാണാം. കറസ്പോണ്ടിങ് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓരോ ചാനലും മീൻസ് ഇവിടെ ഇപ്പോൾ ഞാൻ സെൻറ്റർ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവല് കൂടുന്നതെന്ന് കുറയുന്നത് ആപ്പിൽ. അപ്പം ആപ്പ് നമുക്ക് ജസ്റ്റ് ആ ലെവൽ മനസ്സിലാക്കാൻ യൂസ് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാം. പെർഫെക്റ്റ്ലി എല്ലാം നമ്മൾ കണക്റ്റഡ് ആണ്. കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്മൂത്ത്ലി നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. അപ്പം ആപ്പ് ഒരിക്കലും റിമോട്ടിന് പകരമല്ല. നമുക്കത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആപ്പ്, റിമോട്ടിന് പകരമായിട്ട് യൂസ് ചെയ്യാനല്ല. നമുക്ക് ഇതുപോലെ നമ്മളെ ഫോണിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. ഇൻ കേസ് നമുക്ക് റിമോട്ട് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആമ്പുമായിട്ട് അടുത്തല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ആപ്പ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിനാണ് നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്നത്. റിമോട്ട് വെച്ചിട്ട് നോർമലി നമുക്ക് റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാനും പറ്റും എല്ലാ കാര്യങ്ങളും. അതായത് നിങ്ങൾക്ക് ഈ ഒരു കൺട്രോൾ ബോർഡ് ആപ്പ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാം, റിമോട്ട് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാം, നോർമലി നമ്മൾ എൻകോഡർ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിന് റിമോട്ട് കിറ്റ് എന്ന് പറയാതെ ഒരു കൺട്രോൾ ബോർഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ജസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ കിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ചെയ്യാം, ഓരോ കോൺഫിഗറേഷനും ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് കിട്ടണമെങ്കിൽ ഈ നമ്മളെ ഈ ഒരു കിറ്റിൻ്റെ ബോക്സിൻ്റെ ഇവിടെ തന്നെ സ്കാൻ മീ ഉണ്ട്. ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ലൗഡ് കണക്ട് എന്ന ആപ്പ് അവൈലബിൾ ആയിരിക്കും. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പം നിലവിൽ നമുക്കിത് ആൻഡ്രോയിഡ് ആപ്പ് മാത്രമാണ് അവൈലബിൾ. ആപ്പിളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആപ്പിളിൽ നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് അതും അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ആപ്പിൾ യൂസേഴ്സിനും ഈ ഒരു ആപ്പ് അവൈലബിൾ ആക്കുന്ന രീതിയിലേക്ക് മാറ്റും. ഇത് ഈ ഒരു കിറ്റിനെ കുറിച്ചുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് തന്നെ വീഡിയോ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. അപ്പം ഈ ഒരു കിറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2499 രൂപയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ കിറ്റിന് ലൈഫ് ലോങ് സർവീസ് അവൈലബിൾ ആയിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.